അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മറ ബിദിക്രിൽ ജന്ന സഅലല്ലാഹൽ ജന്ന വഇദാ മറ ബിദിക്രിൻ നാരി തഅവദ ബില്ലാഹി മിനൻ നാർ. എന്താണ് യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി? വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു മുറപ്രകാരം. അതെങ്ങനെയാണ്? അവർ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇദാ മറ ബിദിക്രിൽ ജന്ന, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓത്ത്, അതിൻ്റെ ഇടയിൽ ബിദിക്രിൽ ജന്ന, സ്വർഗത്തെപ്പറ്റി പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അയാൾ എന്തു ചെയ്യും? സഅലല്ലാഹൽ ജന്ന, അവൻ അള്ളാഹുവിനോട് എന്ത് ചെയ്തു? സ്വർഗം ചോദിച്ചു. പിന്നെയോ വഇദാ മറ, അവൻ വീണ്ടും ഓതുകയാണ്. അങ്ങനെ ഓതിയാൽ ബിദിക്രിന്നാർ, നരകത്തെപ്പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, തഅവദ ബില്ലാഹി മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യും? മോചനം ചോദിക്കും. ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ഇടയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വർഗം എത്തുമ്പോൾ, സ്വർഗത്തിൻ്റെ ആയത്തുകൾ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കും. നരകത്തിൻ്റെ ആയത്തെത്തിയാലോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് തേടും. അപ്പം എന്താണ്? നമ്മൾ ഹൃദയം കൊണ്ടാണ് ഓതുന്നത്. കേവലം നാവ് കൊണ്ടായിരുന്നു ഓതുന്നതെങ്കിൽ നമ്മളവിടെ നിർത്തൂല, ഇങ്ങനെ അങ്ങ് ഓതിപ്പോവും.